ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വള്ളിച്ചൂണ്ട കെട്ടാൻ വന്നിരിക്കുന്നത് പുതിയ പാടത്താണ്. അപ്പോൾ ഇത് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഓടിക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ മറ്റേ നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന പാടങ്ങളെല്ലാം മോട്ടർ വെച്ച് വെള്ളം ഒരുവിധം പറ്റായി. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒന്ന് കെട്ടി നോക്കാം. അപ്പോൾ നമ്മൾ കെട്ടേണ്ട സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഒരു കുറ്റി നമ്മൾ നാട്ടിട്ടുണ്ട്. പള്ളത്തിയുണ്ട്, ചൂണ്ടയുണ്ട്. പള്ളത്തി വേറെ നമ്മൾ വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ചൂണ്ട കെട്ടി നോക്കാം. ഓക്കെ, എല്ലാ പ്രാവശ്യം പോലെ തന്നെ ചൂണ്ടയെല്ലാം കെട്ടി തീറ്റി കോർക്കാറാകുമ്പോൾ കാണിക്കും. പിന്നെ മീൻ കിട്ടുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചൂണ്ട മുഴുവൻ കെട്ടിക്കഴിഞ്ഞ്, മൊത്തം ചൂണ്ടയും കെട്ടിക്കഴിഞ്ഞ്, ഇനി നമ്മൾ തീറ്റി കോർക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ഇത് മൂന്ന് സ്ഥലത്തായിട്ടാണ് നമ്മളിന്ന് ചൂണ്ട കെട്ടിയിരിക്കുന്നത്. 4 സ്ഥലത്ത്. അപ്പോൾ ഈ 4 സ്ഥലത്തും പോയി നമ്മൾ തീറ്റി കോർക്കണം. ഇപ്പോഴാണ് പാടത്ത് നല്ല കാറ്റാണിത്. അപ്പോൾ കാരണം ഒറ്റയ്ക്ക് വെള്ളം പിടിച്ച് നിൽക്കത്തില്ല. അപ്പോൾ തീറ്റിയൊക്കെ കോർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കാൻ വരുമ്പോൾ വരാലും എല്ലാം വെട്ടുന്നുണ്ടെങ്കിൽ അന്നേരം ഇപ്പോൾ കാണാം. ഓക്കെ ഓക്കെ നമ്മൾ ഇന്നലെ വള്ളിച്ചൂണ്ട കെട്ടിയായിരുന്നല്ലോ. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ എടുക്കാൻ വന്നിരിക്കുകയാണ്. വേണ്ട, വള്ളിച്ചൂണ്ട കെട്ടിയതിൻ്റെ അടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പം നേരം വെളുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വള്ളിച്ചൂണ്ടയൊന്ന് വലിച്ചു നോക്കാം, വരാലും വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇന്നലെ വൈകിട്ട് നമ്മൾ ചൂണ്ട നോക്കിയില്ല. കാര്യം ഒത്തിരി താമസിച്ചാണ് നമ്മൾ തീറ്റിയൊക്കെ കുത്തിപ്പോയത്. കാരണം നോക്കിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് നോക്കാം. നോക്കുകയല്ല, എടുക്കുകയാണ്. കണ്ടത്തിലെ ചെളിക്കകത്ത് ഈ വാറ്റി താന്നു പോയിട്ട് ഊരാൻ വലിയ പാട്. കാര്യം നമ്മൾ നാട്ടുമ്പം ഊരിപ്പോരരുതെന്ന് കണക്കൂട്ടിയാണ് നാട്ടുന്നത്. ഫസ്റ്റിലത്തെ വള്ളിയാണ്, നമുക്ക് വലിക്കാം. ഇപ്പം നമ്മൾ 2 പേര് വേണം വലിക്കാൻ. കാര്യം ഇത് വള്ളം നേരെ വിടാൻ. അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട്. അയ്യോ, അതൊരു വാളയായിരുന്നു, അത് പോയി. ചെറിയൊരു വാളയായിരുന്നു. അത് തീരെ ചെറുതല്ല. ഇനി നോക്കാം. അതേ വൈകിട്ടെങ്ങാനും ഒക്കെ വെട്ടി ഇങ്ങനെ കിടക്കുന്ന വായുടെ തുമ്പത്തായിരിക്കും ആ വെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വരാലുണ്ട്. ഇനിയിപ്പം അതുപോലെ വരരുത്. ഉണ്ടോ? പെരുത്ത വരാല ഇവിടെ അതിൻ്റെ വലിപ്പം കൊണ്ട് പെരുത്ത വരാല. ആദ്യത്തേത് നമ്മുടേത് പോയി. അത് വാളയായിരുന്നു. അത് ചെറിയ തുമ്പത്ത് വല്ലതുമായിരിക്കും വെട്ട്. അപ്പം നമ്മൾ അത്ര ഇത് പോള കയറി ചുറ്റി കിടക്കുകയായിരുന്നു. അതിനോട് ഇത് കയ്യിലൊന്നും ഒതുങ്ങത്തില്ല, അത്ര വലിയ വരാല. ഏകദേശം എത്രയാണ് ഇത് തൂക്കം? ഇത് 1 കിലോ 1.5 കിലോ എടുത്തുണ്ട് ഈ വരാൽ. പെരുത്ത വരാല. നമ്മൾ ആദ്യം എടുത്ത് തന്നെ പോയപ്പോൾ തന്നെ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. എന്തെങ്കിലും ഫസ്റ്റിലെ പിടിക്കുന്ന മീൻ പോകുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമുണ്ട്. അത് എന്നാ മീനായാലും. ഇതുവരെ പോളകാരുണ്ട്, നമുക്ക് എടുത്ത് കളയാം. ഇതാണ് തീറ്റി കിടപ്പുണ്ട്. കാരണം
ഇവിടെ ഒരു മീനുണ്ട്. ഇത് ഈ മുള്ളനകത്ത് കയറി ഇരിക്കുകയാണ്. ഇവിടെ അപ്പടി മുള്ളനാണ്. കണ്ടോ? ആ കണ്ട, ചെറിയ ഒരാല. ഇല്ല, കാര്യമില്ല. ഇതങ്ങ് വിഴുങ്ങിപ്പോയി. പുറത്ത് വാഴന്ന് കുളിക്കണ്ടേ? അങ്ങാണോ? വലിക്കണ്ട വലിക്കണ്ട, ഊരാം. പക്ഷെ നമുക്ക് അഴിച്ചിട്ടാലും മതി. അഴിച്ചിട്ടാ മതി. നമുക്ക് അഴിച്ചിടാം. അഴിച്ചു വരാനാ പാട്. നമ്മള് അഴിച്ച് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ചൂണ്ട എടുക്കും. വീട്ടിൽ ചെന്നിട്ട് ചൂണ്ട എടുക്കണം. തമ്മിലുള്ള വ്യത്യാസമാണ്. വെള്ളം അങ്ങോട്ട് മാറി പോവുക. നമ്മള് വള്ളി വലിച്ചതിന്റെ പകുതിയായി. അതെ, ഇതെല്ലാം ഉണ്ട്. നമ്മള് ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. ഭയങ്കര പെരുത്ത വരാല്. മീൻ അറിയുന്നുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ഈ വള്ളിയിൽ തന്നെ നമുക്കിപ്പം 3 മീനായി. ഇത് ഈ ഒരു വള്ളി തീർന്നു. ഇതിനി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഈ വള്ളി ചൊവ്വിനെ മാടിയെടുക്കണം. മാടിയെടുക്കുന്നതിൻ്റെ ചൂണ്ട എല്ലാം ഉടക്കാത്ത രീതിയിൽ കുത്തി ചൂണ്ട എടുത്തത് ഈ വള്ളിയെ തന്നെ സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇനി അടുത്ത പ്രാവശ്യം ഇനിയും വരുമ്പം കൊണ്ടുവരാൻ. അല്ല നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് കണ്ടാനം ചൂണ്ട കയറി കൊടുക്കും. നമുക്കത് ബുദ്ധിമുട്ടായി പോകും. താമസിക്കും. അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട 1.5 മണിക്കൂർ ആയിപ്പോവും. ഇവിടെ ഒരു വരാലുണ്ട്. വരാലല്ല, ആളെയാ. നമ്മള് വരാൻ ചെറിയതാ. ഇനിയിപ്പോ ഇതിനെ ഇവിടെ വിട്ടിട്ട് കാര്യമില്ല. അതിനൊരു വിഷമമുണ്ട്, വലക്കാത്തിട്ടില്ല. ഇനി ഇങ്ങനെ വലിച്ചോണ്ട് പോവാം. അവിടെ ഒരു മീനുണ്ടെന്ന് തോന്നുന്നു. ഓടി ഇറമ്പിലോട്ട് പോകുന്നു. ഈ വള്ളി അഴിഞ്ഞ് കിടന്നിട്ട്. അതെ, ഉണ്ട്. ആദ്യം കിട്ടിയതിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല. നല്ല വരാല്ല, തിരക്കട്ടില്ലാത്ത വരാല്ല. എനിക്ക് തോന്നുന്നു ഇത് മിഴുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. നൂല് മാത്രമേ ഉള്ളൂ പുറത്തല്ലേ. അങ്ങനെ ഇതായിട്ട് വരണ്ട. വിഴുങ്ങിയിട്ടുണ്ടെങ്കിലേ മിഴുങ്ങിയിരിക്കുക. വേറെ അഴിച്ചു വിടാം. ഇറങ്ങി മുറുകി പോയി. സമയമെടുക്കും അഴിച്ചു വരാനേ. ശേലം സമയമെടുക്കും. ഇത് നമ്മൾ അഴിച്ചു.
താത്ത്. രണ്ട് വരാലിൻ്റെ വായി ചൂണ്ടയിരിക്കുക. നമുക്കത് വീട്ടിൽ ചെന്നിട്ട് എടുക്കണം. അല്ല, ഇപ്പം അത് നമ്മൾ എടുക്കാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം എടുക്കാതെ നമുക്ക് അത് വരാൽ ചാകാതെ തന്നെ എടുക്കാൻ സാധിക്കും. ഇതിപ്പം നമ്മൾ അതിനെ എടുത്തൊക്കെ വരുമ്പം വരാൽ ചാകും. പള്ളത്തിയൊക്കെ കിടപ്പുണ്ട്. കൂടുതലും ഇതെല്ലാം തീറ്റിയെല്ലാം പള്ളത്തിൽ പോയായിരുന്നു. അപൂർവം പള്ളത്തേ ഉള്ളു ജീവനോടെ കിടക്കുന്നത്. നമ്മൾ ഈ വള്ളി വലിച്ച് തീരുകയാണ്. നമ്മൾ അടുത്ത വള്ളി കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. മീൻ അവിടെ എവിടെയൊക്കെ മറിയുന്നുണ്ട്. ഈ വള്ളി അഴിച്ചിടുക. നമ്മൾ കുറ്റി നാട്ടിയപ്പം ഇളകി പോരരുതെന്നും പറഞ്ഞ് നാട്ടി. അത് ഊരാൻ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇതിലൊരു മീനുണ്ട് കേട്ടോ. ഇതിലൊരു മീനുണ്ട്. വള്ളി അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. എല്ലാത്തിനും തീറ്റി പോയിട്ടുണ്ട്. പള്ളിയിൽ ഒരു സൈസ് അവിടെ കണ്ട ഒരു സൈസ് ഇഴുക്കൽ പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഈ ചൂണ്ടല്ല, അടുത്ത ചൂണ്ട. അതല്ല പുതിയ ഒരാളാണോ? മോശമില്ല. ഏത് വരാൽ കിട്ടിയാലും നമ്മൾ എടുക്കും. ഇത് വിഴുങ്ങിയിരിക്കുക. അത് വിഴുങ്ങിയിരിക്കുക. ഇപ്പം മൂന്നാമത്തെ ചൂണ്ടയാണ് നമ്മൾ അഴിച്ച് എടുക്കുന്നത്. നമ്മൾ ആ ഒരാളിനെ അഴിച്ചെടുത്തിട്ടുണ്ട് ചൂണ്ട. അപ്പം ആ വരാലും ചൂണ്ട വായില. ഇനിയിപ്പം നമുക്ക് വലിച്ചു നോക്കാം. ചപ്പിനകത്ത് ഉടക്കി കിടക്കുക. നോക്കട്ടെ. മുള്ളന, ഭയങ്കര മുള്ളന, പെരുത്ത വരാല. അടിപൊളി സാധനമാണ്. ഇല്ല, അത് നല്ല ഉടക്ക. അത് മീനിന്റെ ഈ ഭാഗത്ത് ഉടക്കിയാൽ മീൻ പോകത്തില്ല. സൂപ്പർ വരാലായിരുന്നു. അത് ഇനിയുണ്ട്. അവിടെ അതത്ര വലിയ വരാലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിടുത്തം കണ്ടിട്ട്. പറഞ്ഞില്ലേ, അത് തുമ്പത്താണ് കെട്ടിയിരിക്കുന്നത്. അല്ല, അത് നല്ല വട്ട. ഇവിടെ ഈ കുറ്റിയുടെ ഇവിടെ ഒരു വരാലുണ്ട്. പള്ളി അങ്ങോട്ട് ഓടിപ്പോയിരിക്കുന്നുണ്ട്.
നല്ല വെട്ട ഉണ്ടോ, ഇടത്തരം വരാലാണ്. വരാലെന്ന് പറയുന്നത് ഇത് ഒരു ന്യായമായ വലുപ്പം. തൂക്കം പറയാൻ എത്ര ഇതാണ്? അര കിലോയ്ക്ക് മേലെ. ഇത് 1/2 കിലോയ്ക്ക് മേളിൽ. ഇത് മറ്റുള്ള മീനെ പോലല്ല, വരാലിന് എപ്പോഴും തൂക്കം കൂടുതലാണ്. മറ്റുള്ള മീനിനെക്കാട്ടിൽ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വരാലിന് തൂക്കം കൂടുതലുണ്ട്. നല്ല രീതിയിൽ വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളി നമ്മൾ വലിച്ചു കഴിഞ്ഞു. ഇനി ഈ പാടത്തിൻ്റെ അങ്ങ് സൈഡിലാണ് നമ്മൾ ഇനി ചൂണ്ട കെട്ടിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഈ വള്ളിയുടെ ഈ ഭാഗത്തും കണ്ടൊരു വരാലുണ്ട്. നമ്മൾ വള്ളി വലിച്ചപ്പം അങ്ങോട്ട് പിടിച്ച് നോക്കാം. ഇത് നല്ല വെട്ടം കണ്ടോ, നല്ല വെട്ടാണ്. വാ വിളിച്ച് കിടക്കുന്നുണ്ട്. നല്ല പല്ല. എൻ്റെ കൈയുടെ ഈ പല്ല് കൊണ്ട് എൻ്റെ കൈ മുഴുവൻ മുറിഞ്ഞിരിക്കുക. വരാലിനെ നമ്മൾ ഊരി നമ്മുടെ വട്ടവലയ്ക്കകത്താക്കി. അവിടെ ഒരു വരാലുണ്ട്. നമ്മൾ ചെല്ലുമ്പം പറഞ്ഞു പോകാതിരുന്നാൽ നമുക്ക് കിട്ടും. ഉണ്ട് വരാലല്ല, വാളയാ. ചൂണ്ടേന്ന് ഊരിപ്പോയി. ഒന്നും ചെയ്യേണ്ടതൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ വള്ളിയും തീർന്നത് ഇവിടെ നമ്മൾ കുറ്റിനാട്ടി കെട്ടിയിരിക്കുന്നത്. നമ്മളെ ലാസ്റ്റ് വള്ളിയാണ് ഇത്. നമുക്ക് അഴിച്ച് എടുക്കാം. ഇതിലൊരു വരാലുണ്ട്, ഒരു മീനുണ്ട്. വരാലാണോ വാളയാണോ എന്നറിയാൻ മേല. നമുക്കിത് ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. വരാലാണ്. ചെറിയ വരാലല്ലേ. ഓ, അറ്റത്താ വിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അറ്റത്താ. ഉരിയെടുക്കുക. അത് വാ വിളിക്കാഞ്ഞിട്ട. ഇപ്പം വലിയ വരാലല്ലേലും നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു പ്രയാസം വരും. നമ്മളിനി ഒന്നും ഇല്ല എന്നും പറഞ്ഞ് വലിച്ചു വരികയായിരുന്നു. അപ്പോഴത് ഇവിടെ ഒരു വരാല്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് വള്ളിയായിരുന്നു. നമ്മൾ വലിച്ചു കഴിഞ്ഞു. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് തരക്കേടില്ലാത്ത രീതിയിൽ വരാല് കിട്ടി. കണ്ടോ അത്രയും വരാല് കിട്ടിയിട്ടുണ്ട്. തുറന്ന് കാണിച്ചാൽ ഈ വള്ളത്തിൽ നിന്ന് ചാടിപ്പോവും. ഇത്രയും വരാലാണ്. എല്ലാം നല്ല 2-3 വരാലേ ഉള്ളു ചെറുത്. ബാക്കിയെല്ലാം നല്ല കാണും. 15 കിലോ കാണണം. അത്രയും വരാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല 2-3 വരാലേ ഉള്ളു ചെറുത്. ബാക്കിയെല്ലാം നല്ല വരാല്. വാള കിട്ടിയെന്ന് പറഞ്ഞാൽ വാള ചെറുത്, നമ്മൾ വിട്ടുകളയുന്ന വാളയാണ്. പക്ഷേ ഈ പാടം മടയിട്ട് മോട്ടർ ഓടിക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനകത്ത് ഇനി ആ വാള ഇട്ടിട്ട് കാര്യമില്ല.
അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.